ഹായ് കൂട്ടുകാരെ, വാഗ്മയം ഭാഷാ പ്രതിഭാ പരീക്ഷ 2024-25 അധ്യയന വർഷത്തിലെ LP വിഭാഗം സ്കൂൾ തല ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ആകെ സമയം തന്നിരിക്കുന്നത് 1 മണിക്കൂറും ആകെ സ്കോർ 20ഉമാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തെ ചോദ്യം, അവിടെ കണ്ടു, ഇവിടെ കണ്ടു, പിന്നെ കണ്ടില്ല. അപ്പോൾ ഉത്തരങ്ങൾ ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട്. വെയിൽ, സൂര്യൻ, മിന്നൽ, കാറ്റ്, മഴ. അപ്പോൾ ഇതിൽ ഉത്തരം മിന്നൽ, മിന്നലെന്ന് എഴുതുക. രണ്ടാമത്തെ ചോദ്യം, കണ്ടാലോ പൂത്തളിക, തളികയിലോ തീ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് നോക്കൂ. വെയിൽ, സൂര്യൻ, മിന്നൽ, കാറ്റ്, മഴ. ഏതായിരിക്കും ഉത്തരം? സൂര്യൻ. മൂന്നാമത്തെ ചോദ്യം, ആരും കാണാതെ വരും, ആരും കാണാതെ പോകും. ഉത്തരം കാറ്റ്. അടുത്ത ചോദ്യം, അടിവരയിട്ട പദങ്ങൾക്ക് സമാനാർത്ഥമുള്ള പദം കണ്ടെത്തി മാറ്റി എഴുതുക. മാനം നിറയെ മേഘം. കുട്ടിക്ക് സന്തോഷമായി, മുറ്റത്തിപ്പോൾ വെള്ളം പൊന്തുമല്ലോ, വേഗം വള്ളം ഉണ്ടാക്കാം. അവിടെ അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾ മാനം, സന്തോഷമായി, വള്ളം. ഇതിന് പകരമായി താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ഏത് വാക്കാണ് അനുയോജ്യമായിട്ടുള്ളത്? മാനം എന്നതിന് പകരം നമുക്ക് എഴുതാവുന്ന വാക്ക് ഏതാണ്? ആകാശം അല്ലേ? അടുത്ത പദം സന്തോഷമായി. സന്തോഷം എന്നതിന് പകരം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നത് ആഹ്ലാദം. ആഹ്ലാദം എന്ന് എഴുതി ചേർക്കുക. മൂന്നാമത്തെ വാക്ക് വള്ളം. വള്ളം എന്നതിന് പകരം തോണി. മൂന്നാമത്തെ വിഭാഗം ചോദ്യം, ശരിയായ പദം എടുത്തെഴുതുക എന്നുള്ളതാണ്. അതിലെ ഒന്നാമത്തെ ചോദ്യം, കുയിലിൻ്റെ പാട്ടിന് എന്തൊരു മാധുര്യം, മാധുര്യം എന്നുണ്ട്. ഒന്നാമത്തെ വാക്കാണോ രണ്ടാമത്തെ വാക്കാണോ ശരിയായിട്ടുള്ളത്? രണ്ടാമത്തെ വാക്കാണ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വാക്ക് സെലക്ട് ചെയ്ത് എഴുതുക. കുയിലിൻ്റെ പാട്ടിന് എന്തൊരു മാധുര്യം. രണ്ടാമത്തെ സെൻറ്റൻസ് തന്നിരിക്കുന്ന ഇതാണ്, ഡാഷ് സംരക്ഷണം നമ്മുടെ കടമയാണ്. അവിടെ ബ്രാക്കറ്റിൽ പ്രകൃതി, പ്രകൃതി എന്ന് 2 തരത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് കറക്റ്റ്? ഒന്നാമത് എഴുതിയിരിക്കുന്നത് പ്രകൃതി എന്നതുള്ളതാണ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ നമ്മളത് എടുത്തെഴുതുക. മൂന്നാമത്തേത് ഡാഷ് മഹാഫലം, ഐകമത്യം എന്നും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഐക്യമത്യം എന്നും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം, ഐകമത്യം. ചേർത്തെഴുതുക. ചീറി പ്ലസ് പാഞ്ഞു. ചേർത്തെഴുതുമ്പോൾ ചീറിപ്പാഞ്ഞു. അടുത്തത് മഴ അധികം ഉണ്ട്, മഴയുണ്ട്. പൂ പ്ലസ് തേൻ, പൂന്തേൻ എന്നായി മാറും. അഞ്ചാമത്തെ വിഭാഗം ചോദ്യം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ ചോദ്യം, കേരള കലാമണ്ഡലം സ്ഥാപിച്ച മലയാള കവി ആര്? ഉത്തരം കൂട്ടുകാർക്കറിയാമോ? ഉത്തരം വള്ളത്തോൾ. വള്ളത്തോൾ നാരായണ മേനോൻ എന്നാണ് മുഴുവൻ പേര്. രണ്ടാമത്തെ ചോദ്യം, ഓണവുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ല് എഴുതുക. കൂട്ടുകാർക്കറിയാമോ? കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ള പഴഞ്ചൊല്ല് നമുക്ക് എഴുതാം. 3, പാത്തുമ്മയുടെ ആട് ആരുടെ കൃതിയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ആറാമത്തെ വിഭാഗം കഥ പൂർത്തിയാക്കുക എന്നുള്ള ചോദ്യമാണ്. കൂട്ടുകാരോടൊപ്പം കാട്ടിൽ മേയാൻ പോയതാണ് കിട്ടൻ എന്ന ആട്ടിൻകുട്ടി. കഷ്ടം, കൂട്ടം തെറ്റി കിട്ടൻ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയി. കഥയുടെ തുടക്കമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ബാക്കി കഥാപാത്രങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്ത് നമുക്ക് ഈ കഥ പൂർത്തിയാക്കണം. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് കഥ നമ്മൾ എഴുതുകയും വേണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വാഗ്മയം പരീക്ഷയിൽ നല്ലൊരു സ്കോർ നേടാനുള്ള വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.